നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ പോരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട മീനം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. മീനം രാശിക്കാരുടെ അധിപനായ ദേവഗുരു വ്യാഴം നീണ്ട 12 വർഷത്തിന് ശേഷമാണ് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ ഒരു ഗ്രഹം ഏറ്റവും ശക്തനാകുന്ന അവസ്ഥയെയാണ് ഉച്ചസ്ഥിതി എന്ന് വിളിക്കുന്നത്. 2026 ജൂൺ 2 മുതൽ 2026 ഒക്ടോബർ 31 വരെ വ്യാഴം ഉച്ചസ്ഥിതിയിൽ അതിശക്തനായിരിക്കും. ഈ കാലയളവിൽ വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷപ്രകാരം 5ാം ഭാവം വളരെ വിശേഷപ്പെട്ടതാണ്. 5ാം ഭാവത്തെ ത്രികോണം അല്ലെങ്കിൽ ലക്ഷ്മി സ്ഥാനം എന്ന് വിളിക്കുന്നു. ഇത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്കുണ്ടാകുന്ന വളർച്ച, പുതിയ കുഞ്ഞിനായുള്ള കാത്തിരിപ്പ് എന്നിവ ഈ ഭാവത്തിലൂടെയാണ് അറിയുന്നത്. പഠനത്തിലുള്ള മികവ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്, നിങ്ങളുടെ ചിന്താഗതി എന്നിവയെ ഈ സ്ഥാനം സ്വാധീനിക്കുന്നു. മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഫലം ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. 5ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തന്റെ 3 പ്രത്യേക നോട്ടങ്ങളിലൂടെ അഥവാ ദൃഷ്ടികളിലൂടെ ജീവിതത്തിന്റെ മറ്റ് മേഖലകളെയും സ്വാധീനിക്കുന്നു. വ്യാഴത്തിന്റെ 5ാം ദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് പതിക്കുന്നു. ഇത് ഭാഗ്യം വർദ്ധിപ്പിക്കുകയും തടസ്സങ്ങൾ മാറാൻ സഹായിക്കുകയും ചെയ്യും. 7ാം ദൃഷ്ടി ലാഭസ്ഥാനത്ത് പതിക്കുന്നതിനാൽ വരുമാനത്തിൽ വർധനവുണ്ടാകാനും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ 9ാം ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിൽ പതിക്കുന്നു. ഇത് നിങ്ങളുടെ ആരോഗ്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ ബഹുമാനം നൽകുകയും ചെയ്യും. ഈ സുവർണ കാലയളവിൽ കൂടുതൽ ഗുണങ്ങൾ ലഭിക്കാനായി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ഹവനങ്ങളോ പൂജകളോ നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ തെറ്റായ ശീലങ്ങളിൽ നിന്ന് മാറി നിന്ന് സ്വയം മെച്ചപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ഈ ഗ്രഹമാറ്റം വലിയ അനുഗ്രഹമായി മാറും. ജ്യോതിഷത്തിൽ 5ാം ഭാവത്തെ വളരെ ശുഭകരമായാണ് കണക്കാക്കുന്നത്. ഇതിനെ ത്രികോണമെന്നും ലക്ഷ്മി സ്ഥാനമെന്നും വിളിക്കുന്നു. ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്ന ഒരു ധർമ്മസ്ഥാനമാണിത്. 5ാം ഭാവം പ്രധാനമായും സന്താന സ്ഥാനമായാണ് അറിയപ്പെടുന്നത്. ഒരാൾക്ക് എപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നും അവരുടെ സ്വഭാവം, പെരുമാറ്റം, വളർച്ച എന്നിവ എങ്ങനെയായിരിക്കുമെന്നും ഈ ഭാവം വിശകലനം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ ഭാവത്തിന് വലിയ പങ്കുണ്ട്. ഒരാളുടെ പ്രാഥമികമായ അറിവ് നേടാനുള്ള കഴിവ്, ബുദ്ധിശക്തി, പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷി എന്നിവയെല്ലാം 5ാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രണയബന്ധങ്ങളെക്കുറിച്ചും വൈകാരികമായ അടുപ്പങ്ങളെക്കുറിച്ചും അറിയാൻ ജ്യോതിഷികൾ 5ാം ഭാവമാണ് പരിശോധിക്കുന്നത്. ഒരാളുടെ പ്രണയ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഇതിലൂടെ ലഭിക്കും. പൂർവ്വപുണ്യമെന്നാൽ നാം മുൻജന്മങ്ങളിൽ ചെയ്ത സൽപ്രവൃത്തികളാണ്. ആ പുണ്യങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ നമുക്ക് എത്രത്തോളം ഭാഗ്യമായി ലഭിക്കുമെന്ന് 5ാം ഭാവം നോക്കി പറയാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യത്തിന്റെ ഉറവിടം കൂടിയാണ്. ഒരാളുടെ ചിന്താരീതിയും ലോകത്തോടുള്ള കാഴ്ചപ്പാടും എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന സ്ഥാനമാണിത്. നമ്മുടെ തീരുമാനങ്ങളെയും സ്വഭാവ രീതികളെയും രൂപപ്പെടുത്തുന്നതിൽ ഈ ഭാവത്തിന് വലിയ സ്വാധീനമുണ്ട്. ചുരുക്കത്തിൽ സന്തോഷം, ബുദ്ധി, ഭാഗ്യം, കുടുംബ പരമ്പര എന്നിവയെല്ലാം നിർണയിക്കുന്നതിൽ 5ാം ഭാവം അതീവ പ്രധാനമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. സന്താനകാരകനായ വ്യാഴം 5ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് കുട്ടികൾക്ക് ഉന്നതിയും ഐശ്വര്യവും നൽകും. ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഈ കാലയളവ് പ്ലാൻ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. 5ാം ഭാവം ഒരാളുടെ ബുദ്ധിശക്തിയെയും അടിസ്ഥാന വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്നു. 9ാം ഭാവം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാനമാണ്. ഈ 2 ഭാവങ്ങളിലും വ്യാഴത്തിന്റെ സ്വാധീനം വരുന്നത് കൊണ്ട് മീനം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനോ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനോ ചേരാൻ ഏറ്റവും മികച്ച സമയമാണ്. മീനം രാശിക്കാരുടെ 5ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്ന വ്യാഴം തന്റെ 5ാം ദൃഷ്ടിയിലൂടെ നോക്കുന്നത് ജാതകത്തിലെ 9ാം ഭാവത്തെയാണ്.
ജ്യോതിഷത്തിൽ 9-ാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനമായാണ് അറിയപ്പെടുന്നത്. വ്യാഴത്തിന്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് പതിക്കുന്നത് അതിശയിപ്പിക്കുന്ന നേട്ടങ്ങൾ കൊണ്ടുവരും. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. 9-ാം ഭാവം ഉന്നത വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവ് വളരെ ഗുണകരമായിരിക്കും. ധർമ്മസ്ഥാനമായ 9-ാം ഭാവത്തിൽ വ്യാഴ ദൃഷ്ടി വരുന്നത് ആത്മീയമായ അറിവ് വർദ്ധിക്കാനും പുണ്യയാത്രകൾ നടത്താനും സഹായിക്കും. ഭാഗ്യം അനുകൂലമാകുന്നതോടെ പകുതി വഴിയിൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ മീനം രാശിക്കാർക്ക് ഭാഗ്യവും ആത്മീയമായ വളർച്ചയും ഒരുപോലെ നൽകുന്ന ഒന്നാണ് 9-ാം ഭാവത്തിലെ ഈ വ്യാഴ ദൃഷ്ടി. വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 11-ാം ഭാവത്തിലാണ്. ജ്യോതിഷത്തിൽ 11-ാം ഭാവത്തെ ലാഭസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. ഈ ദൃഷ്ടി നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് കൂടുതൽ ലാഭം നേടാൻ ഈ കാലയളവ് സഹായിക്കും. ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ 2026 ജൂൺ 2 ശേഷം തെളിഞ്ഞു വരും. 11-ാം ഭാവം ആഗ്രഹങ്ങളുടെ കൂടി സ്ഥാനമായതിനാൽ നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് സഫലമാകും. ബിസിനസ് ചെയ്യുന്നവർക്കും നിക്ഷേപങ്ങളുള്ളവർക്കും പ്രതീക്ഷിച്ചതിലും മികച്ച ലാഭം ഈ സമയം കൈവരിക്കും. നിങ്ങളുടെ ജോലിയിലോ സാമ്പത്തിക കാര്യങ്ങളിലോ മറ്റൊരാളുടെ സഹായമോ പിന്തുണയോ ലഭിക്കാൻ ഈ വ്യാഴ ദൃഷ്ടി കാരണമാകും. ചുരുക്കത്തിൽ സാമ്പത്തികമായി വലിയൊരു മുന്നേറ്റം നടത്താൻ സഹായിക്കുന്ന അനുകൂലമായ ഒരു ഗ്രഹസ്ഥിതിയാണിത്. നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ഐശ്വര്യം വരാൻ ഇത് വഴിയൊരുക്കും. വ്യാഴത്തിന്റെ 9-ാം ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിൽ പതിക്കുന്നു. ഇത് നിങ്ങളുടെ കാര്യശേഷി, മാനേജ്മെന്റ് സ്കില്ലുകൾ, നേതൃപാടവം എന്നിവ വർദ്ധിപ്പിക്കും. ആത്മവിശ്വാസം കൂടുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ കൂടുതൽ ബഹുമാനവും അംഗീകാരവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജ്യോതിഷപ്രകാരം 1, 5, 9 എന്നീ ഭാവങ്ങളെ ധർമ്മസ്ഥാനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുകയും തന്റെ ദൃഷ്ടികളിലൂടെ 1ഉം 9ഉം ഭാവങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നതിനാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ 3 ധർമ്മസ്ഥാനങ്ങളിലും വ്യാഴത്തിന്റെ സ്വാധീനം വരുന്നത് നിങ്ങളെ ആന്തരികമായി കൂടുതൽ ശുദ്ധീകരിക്കും. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ ആത്മീയമാവുകയും മനസ്സിന് ശാന്തി ലഭിക്കുകയും ചെയ്യും. കേവലം പുറമേ കാണിക്കുന്ന ഭക്തിയല്ല, മറിച്ച് മനസ്സിൽ നിന്നുള്ള ആഴത്തിലുള്ള ഒരു ദൈവവിശ്വാസം നിങ്ങളിൽ വളരും. ഈ കാലയളവിൽ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും നിങ്ങൾക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ വാർത്തകൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. നിങ്ങൾ മുൻപ് പുകവലി, മദ്യപാനം തുടങ്ങിയ തെറ്റായ ശീലങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നെങ്കിൽ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയെ നോക്കുന്നത് മൂലം നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരും. സ്വയം മെച്ചപ്പെടാനും ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരാനും നിങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തും. നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വരുന്ന ഈ പോസിറ്റീവ് മാറ്റങ്ങൾ മറ്റുള്ളവരുടെ ബഹുമാനം നേടിത്തരും. ചുരുക്കത്തിൽ ഈ വ്യാഴമാറ്റം നിങ്ങളെ ഒരു പുതിയ വ്യക്തിയായി മാറ്റുന്നതിനും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരുന്നതിനും സഹായിക്കും. വ്യാഴത്തിന്റെ 11-ാം ഭാവത്തിലെ ദൃഷ്ടി നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. 2026 ജൂൺ 2 ശേഷം നിങ്ങളുടെ ജോലി സ്ഥലത്ത് സ്ഥാനക്കയറ്റത്തിനോ മെച്ചപ്പെട്ട പദവികൾ ലഭിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. കരിയറിൽ വലിയൊരു നേട്ടമോ അല്ലെങ്കിൽ നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു പുരോഗതിയോ ഈ കാലയളവിൽ സംഭവിക്കും. ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ സഹപ്രവർത്തകരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ വ്യാഴ ദൃഷ്ടി പതിക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ റിസ്ക് എടുക്കുന്നത് ഗുണകരമാകും. ഭാഗ്യം നിങ്ങളുടെ കൂടെയുള്ളതിനാൽ നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ട്രേഡിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. ഭൂമിയോ വീടോ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ വളരെയധികം ലാഭം നൽകും.
വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കുന്നതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാം. നിലവിൽ മീനം രാശിയിൽ ശനി നിൽക്കുന്നതിനാൽ ഈ രാശിക്കാർ 7.5 ശനിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ജീവിതത്തിൽ ചില തടസ്സങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമായേക്കാം. ഈ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശീലമാക്കുക. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ശീലമാക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും മനസ്സിന് ശാന്തി ലഭിക്കാനും സഹായിക്കും. ശനിദോഷത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ദിവസവുമുള്ള ഹനുമാൻ ഭജനം ഏറ്റവും ഉത്തമമായ മാർഗമാണ്. ഹനുമാൻ ഭക്തരെ ശനിദോഷം ബാധിക്കില്ലെന്ന വിശ്വാസമുള്ളതുകൊണ്ടാണിത്. ജ്യോതിഷപരമായ ഈ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.